കോഴിക്കോട് ജില്ലാ കളക്ടറും ചില പോലീസ് ഉദ്യോഗസ്ഥരും ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ പാർട്ണർമാരെ പോലെയാണ് പെരുമാറുന്നതെന്ന് സമരസമിതി ചെയർമാൻ ബാബു കുടുക്കിൽ. ഫ്രഷ് കട്ട് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് സമീപ പ്രദേശങ്ങളിൽ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതോടെയാണ് പ്രതികരണം. പ്രദേശത്തെ കുടുംബങ്ങൾക്കും രാഷ്ട്രീയ പ്രതിനിധികൾക്കും ഒരു വിലയും കൽപ്പിക്കാതെയാണ് തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. അമ്പലമുക്കിൽ സമരപന്തൽ കെട്ടി സമരം പുനരാരംഭിക്കുമെന്നും ഫാക്ടറി തുറക്കുന്ന മുറയ്ക്ക് സമരരീതി മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമെന്നുമാണ് സമരസമിതിയുടെ തീരുമാനം. ഇന്നലെ മുതൽ 7 ദിവസത്തേക്കാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. 4000-ഓളം കുടുംബങ്ങളെ ഒരു വിലയും കൽപ്പിക്കാതെ, ഒരു ചർച്ചയ്ക്ക് പോലും വിളിക്കാതെ സർവകക്ഷി മീറ്റിംഗില് കോഴിക്കോട് ജില്ലയിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിലുള്ള ഫ്രഷ് കട്ടിന്റെ ഈ ചുറ്റുപാടുമുള്ള നിരോധനാജ്ഞ കളക്ടർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കളക്ടറും ചില പോലീസ് ഉദ്യോഗസ്ഥരും ഫ്രഷ് കട്ടിന്റെ പാർട്ണർമാരെ പോലെയാണ് പെരുമാറുന്നത്. സമരസമിതിയെ സംബന്ധിച്ചിടത്തോളം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചാലും ജനകീയ സമരം കൊണ്ട് കളക്ടറുടെയും പോലീസ് ഉദ്യോഗസ്ഥരെയും കണ്ണു തുറപ്പിക്കുന്ന രീതിയിലുള്ള സമരമുറകളുമായി ജനാധിപത്യ രീതിയിൽ ഞങ്ങൾ ശക്തമായി സമരവുമായി മുന്നോട്ടു പോകാനാണ് സമരസമിതിയുടെ തീരുമാനം.